ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തുയേശുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 27 തിരുവചനം 3. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഈ നാളുകൾ എന്ന് പറയുന്നത് യുദ്ധത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളും നമ്മുടെ സഹോദരങ്ങളും നമ്മളെ അറിയാത്ത അനേക മക്കളും യുദ്ധഭൂമിയിൽ ഇന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെ ഭയത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിൽ അകപ്പെട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു നീങ്ങുന്ന സാഹചര്യമാണ്. അങ്ങനെ ആയിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അവർക്ക് ഭയമില്ലാത്ത അവസ്ഥയും ആത്മധൈര്യവും കൊടുക്കട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ ഈ വചനം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഒരു സൈന്യം പാളയം ഇറങ്ങുക എന്ന് പറയുമ്പോൾ അടിക്കടി ഉണ്ടാകുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും പ്രതിസന്ധികളുമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധക്കളമാണ്. ആ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മധൈര്യം ചോർന്നു പോകാതിരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ആത്മധൈര്യമൊക്കെ ചോർന്നു പോകാതെ നമ്മുടെ ചുറ്റുപാടും അനുകൂലമല്ലെങ്കിൽ പോലും അതിലൊരു ഭയവും നമ്മുടെ ഉള്ളിൽ കടന്നു പോകാതെ ഇരിക്കാനായിട്ട് ഈ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കട്ടെ. അതിനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയത്തിൽ നിന്നുള്ള ഒരു വിടുതൽ കൊടുക്കുവാനായിട്ട് നല്ല ആത്മധൈര്യത്തോടെ പരീക്ഷയാകുന്ന യുദ്ധക്കളത്തിൽ നല്ല വിജയം പ്രാപിക്കുവാൻ വിജയം നൽകുന്ന കർത്താവ് കൂടെ ഇരിക്കട്ടെ.